നമ്മൾ പറഞ്ഞു വന്നത് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ കളിയെക്കുറിച്ചായിരുന്നു. അവിടെ ഇപ്പോൾ അമൽനാഥ് പാടിച്ചാൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇന്ന് രാത്രി അക്ഷരാർത്ഥത്തിൽ വളരെ വലിയൊരു ആവേശക്കടലായി മാറുവാൻ പോവുകയാണല്ലേ? ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുകയാണ് ഈ രാത്രിക്ക് വേണ്ടി. സിന്ധൂരി, തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ മൂന്നാമത്തെ മത്സരമാണ് ഇന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചും എതിരാളികളായ ഇന്റർകാശിയെ സംബന്ധിച്ചും ഇന്നത്തെ മത്സരം നിർണായകമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രണ്ടു ടീമുകളും ഇതുവരെ ഈ സീസണിൽ 2 മത്സരങ്ങൾ കളിച്ചിരിക്കുന്നു. പക്ഷേ രണ്ടു ടീമിനും ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ എവേ മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ 2-0 എന്ന ഒരു ഗോൾ ലൈനിൽ പരാജയപ്പെടുകയായിരുന്നു. രണ്ടാം മത്സരം ഹോം മത്സരമായിരുന്നു. ആ ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിക്കെതിരെ 1-0 എന്ന ആ ഒരു ഗോൾ ലൈനിൽ പരാജയപ്പെട്ടു. അതേസമയം തന്നെ ഇന്റർകാശി ആദ്യ 2 മത്സരങ്ങളിലും സമനിലയിൽ കുരുങ്ങുകയായിരുന്നു. FC ഗോവയ്ക്കെതിരെയും ഒപ്പം തന്നെ ഒഡീഷയ്ക്കെതിരെയുമായിരുന്നു സമനിലയുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് ആദ്യ മത്സരം മോഹൻ ബഗാനെതിരെയുള്ള ആദ്യ മത്സരം വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് കാണാൻ വേണ്ടി സാധിച്ച. ആദ്യത്തെ 85 മിനിറ്റുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ മത്സരം മുംബൈ സിറ്റി FC എതിരെയുള്ള മത്സരം കുറച്ചുകൂടി ആശ്വാസകരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ഒരു 30 മിനിറ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആക്രമണ ഫുട്ബോൾ തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ അവിടെ മുംബൈ സിറ്റി അവിടെ പിടിമുറുക്കുന്നത് കാണാൻ സാധിച്ചു. ചാങ്തയിലൂടെ 48ാമത്തെ മിനിറ്റിൽ ഗോളടിച്ച് ആ മത്സരം മുംബൈ സിറ്റി FC സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇന്റർകാശിക്കെതിരെ ഇറങ്ങുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്റോണിയോ ലോപ്പസ് ഹബ്ബാസിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ടീമാണ് ഇന്റർകാശി. ഐ ലീഗ് ചാമ്പ്യന്മാരാണ് ഇന്റർകാശി. നമുക്കറിയാം ഈ അന്റോണിയോ ലോപ്പസ് ഹബ്ബാസ് എന്ന് പറയുന്നത് ഇതിനു മുന്നേ ISL-ൽ 2 തവണ കിരീടം നേടിയിട്ടുള്ള പരിശീലകനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ടീം ഇറങ്ങുമ്പോൾ എന്ത് തന്നെയായാലും കൃത്യമായ ഹോം വർക്കോട് കൂടിയാകും ഇറങ്ങുന്ന എന്നതിൽ യാതൊരു തർക്കവുമില്ല. ശക്തമായൊരു പ്രതിരോധം തന്നെയാണ് ഇന്റർകാശിക്കുള്ളത്. അതിനാൽ തന്നെ ആ പ്രതിരോധം കീറിമുറിക്കുക, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ ഒരു വിജയം സ്വന്തമാക്കുക എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രയാസമാണെങ്കിൽ പോലും കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കം ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കഴിഞ്ഞു എന്നാണ് ഡേവിഡ് കെറ്റ്ലയിൽ നിന്നും കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത് പ്രതിരോധത്തിലാണെങ്കിലും മധ്യനിരയിലായാലും ഒപ്പം തന്നെ മുന്നേറ്റത്തിലായാലും മികച്ച രീതിയിലുള്ള തന്ത്രങ്ങൾ ഒരുക്കി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം വിജയിക്കുമെന്നൊരു വലിയ പ്രതീക്ഷ കൂടി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പരിശീലകനും ഒപ്പം തന്നെ താരങ്ങളും നൽകുന്നുണ്ട്. സിന്ധൂരി.